നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കേരളക്കരയാകെ ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. തങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തിറക്കുന്ന തയ്യാറെടുപ്പിലാണ് ഓരോ പാർട്ടിക്കാരും. വീണ്ടും ഒരു അംഗത്തിന് കേരളക്കര ഒരുങ്ങുമ്പോൾ അതിശക്തരായവരെ മുൻനിർത്തി ഭരണം പിടിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. ഈ വേളയിൽ തൃശൂർ പിടിച്ചടക്കാൻ സുരേഷ് ഗോപിയും രംഗത്തുണ്ട്. എന്നാൽ നികുതി വെട്ടിപ്പ് കേസ് സുരേഷ് ഗോപിക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. പുതുച്ചേരിയിലെ വിവാദ വാഹന രജിസ്ട്രേഷൻ കേസ് റദ്ദാക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുരേഷ് ഗോപി സമർപ്പിച്ച ഹർജി എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അംഗീകരിച്ചില്ല. വ്യാജവിലാസം ഉപയോഗിച്ച് സുരേഷ് ഗോപി 2 ആഡംബര കാറുകൾ പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തുവെന്നാണ് കേസ്. ഇതുവഴി കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ നികുതി വെട്ടിച്ചുവെന്ന് ക്രൈംബ്രാഞ്ച് ആരോപിക്കുന്നുണ്ട്. 30 ലക്ഷം രൂപയുടെ നികുതി നഷ്ടമാണ് കേരളത്തിന് ഇതുവഴി ഉണ്ടായത് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. നികുതി വെട്ടിപ്പ് കേസിൽ സുരേഷ് ഗോപിക്ക് നേരെ ജാമ്യം ലഭിച്ചിരുന്നു. തുടർന്നാണ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നടൻ ഹർജി സമർപ്പിച്ചത്. ഹർജി തള്ളിയതോടെ അടുത്ത മാസം 28-ന് വിചാരണ നടപടികൾക്ക് തുടക്കമാകും. 2010-2016 വർഷങ്ങളിലാണ് 2 കാറുകൾ പുതുച്ചേരി രജിസ്ട്രേഷനിൽ സുരേഷ് ഗോപി വാങ്ങിയതത്രേ. പുതുച്ചേരിയിലെ ചാവടിയിലുള്ള കാർത്തിക അപ്പാർട്ട്മെന്റിൽ വാടകയ്ക്ക് താമസിക്കുന്നു എന്ന രേഖയുണ്ടാക്കിയാണ് കാർ രജിസ്റ്റർ ചെയ്തത് എന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. പുതുച്ചേരിയിലെ കൃഷിയിടത്തിന്റെ വിലാസത്തിലാണ് കാറുകൾ രജിസ്റ്റർ ചെയ്തതെന്ന് ക്രൈംബ്രാഞ്ചിന് സുരേഷ് ഗോപി മൊഴി നൽകിയിരുന്നു. എന്നാൽ സുരേഷ് ഗോപി പറഞ്ഞ വിലാസത്തിൽ ഭൂമി ഇല്ലെന്ന് അന്വേഷണ സംഘം പറയുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ കേസ് വീണ്ടും തലപ്പൊക്കുന്നത് സുരേഷ് ഗോപിക്ക് തിരിച്ചടിയാണ്. വളരെ പ്രതീക്ഷയിലാണ് സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിക്കുന്നത്. ഇത്തവണ ജയിക്കുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. BJP കേരളത്തിൽ വളരെ പ്രതീക്ഷ വച്ചുപുലർത്തുന്ന മണ്ഡലത്തിലൊന്നാണ് തൃശൂർ. അതേസമയം വനിതയോട് രോഷാകുലനായി പെരുമാറിയത് അടക്കം 4 കേസുകൾ സുരേഷ് ഗോപിക്കെതിരെയുണ്ട്. പുതുച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്തത് നികുതി വെട്ടിക്കാനാണെന്നും അതോടൊപ്പം വാഹനം രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുമാണ് 2 കേസുകൾ ഉള്ളത്. 3ാമത്തെ കേസിൽ ഗതാഗതം തടസ്സപ്പെടുത്തി ഒത്തുചേർന്നതിന് തൃശൂർ ഈസ്റ്റ് സ്റ്റേഷനിലാണ് 3ാമത്തെ കേസുള്ളത്. 2 കേസുകൾ CBIDയിലാണ് ഉള്ളത്. അതേസമയം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നതിൽ സുരേഷ് ഗോപിയുടെ കൈവശം പണമായി ഉള്ളത് 44,000 രൂപയാണുള്ളത്. 68 ലക്ഷം വിവിധ പദ്ധതികളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. മൊത്തം 1025 ഗ്രാം സ്വർണവും നിക്ഷേപത്തിൽ വരും. ഇതിന്റെ എല്ലാം മൊത്തം മൂല്യം 4.75 കോടി രൂപ വരും. ആകെ 8 കോടി രൂപ മൂല്യമുള്ള സ്ഥാവര ആസ്തിയുണ്ട്. 61 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ടെന്നാണ് നാമനിർദ്ദേശ പത്രികയിലെ വ്യക്തിവിവരത്തിൽ പറയുന്നത്. സ്വന്തമായി 2 കാരവാനുകൾ അദ്ദേഹത്തിനുണ്ട്. മൊത്തം 8 വാഹനങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്. അതിൽ ഓഡി കാറും ട്രാക്ടറും വരും. സ്വന്തമായി കൃഷിഭൂമി അടക്കമുള്ള കാര്യങ്ങളും പരാമർശിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ 82.4 ഏക്കറും സെയ്ത്താപ്പേട്ടിൽ 40 സെന്റ് കൃഷിഭൂമിയും നടനുണ്ട്. ഭാര്യ രാധികയ്ക്ക് ദേവികുളം, ആലുവ, തിരുനെൽവേലി എന്നിവിടങ്ങളിലും കൃഷിഭൂമിയുണ്ട്. കൈവശം 32,000 രൂപയും 1050 ഗ്രാം സ്വർണവുമാണ് ഉള്ളത്. ഭാര്യയുടെ പേരിലും കാരവാനുണ്ട്. അതേസമയം 2,02,324 ആദായ നികുതി അടച്ചത് പ്രകാരം സുരേഷ് ഗോപിക്ക് 4,39,68,960 രൂപയും ഭാര്യയ്ക്ക് 4,13,580 രൂപയും മകൾ ഭാവനിക്ക് 11,17,170 രൂപയുമാണ് വരുമാനമുള്ളത്. അതേസമയം വിവരണത്തിൽ സുരേഷ് ഗോപി സിനിമാ നടനാണെന്നും ഭാര്യ പിന്നണി ഗായികയാണെന്നുമുണ്ട്. തൃശൂർ ജില്ലയിലെ നെട്ടിശ്ശേരി മഹാദേവ ടെമ്പിൾ റോഡ് ഭരത് ഹെറിറ്റേജ് എന്ന വിലാസത്തിലാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി പത്രിക നൽകിയത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.